ഇന്നലെ ഉത്രാടോസം എടുത്ത വീഡിയോ വന്നു. പക്ഷെ എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയിട്ട് ഇന്നലെ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ നമ്മൾ പോകുന്നത് പിന്നെ നാളെ ഓണമല്ലേ, പൂക്കളം ഇടണം അമ്പലത്തിൽ. ഇത് കാടിളകി വരുന്നതൊന്നുമല്ല, മറ്റേ പൂക്കളത്തിൻ്റെ ചുറ്റും ഒരു ഗ്രീൻ പൗഡറെല്ലാം ഇടൂലേ, അതിന് വേണ്ടിയിട്ട് ലീവ്സാണ്. ഇത് ഗ്രൈൻഡ് ചെയ്ത് ആ പൗഡർ ഉണ്ടാക്കും. നമ്മൾ മെല്ലെ മെല്ലെ പൂക്കൾ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം സ്റ്റാർട്ട് ചെയ്താലേ അവർക്ക് വരച്ചിട്ടാകുമ്പോഴത്തേക്കും പൂ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രസാദിൻ്റെ അരിപ്പൊടീൻ്റെ ബ്രാൻഡ് അംബാസിഡർ മിസ് അഞ്ജലി. അപ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുള്ളൂ ഈ ഓണത്തിന് പൂക്കളോടുന്ന ഈ ഒരു സമയത്ത്. വേറെ എന്തൊരു പരിപാടി വന്നാലും ഒരാളെങ്കിലും മിസ്സാവും. മീൻസ് നമ്മളൊരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിന്ന്. പക്ഷേ ഈ ഒരു ദിവസം എല്ലാവരും ഉണ്ടാവും. അതിൻ്റേതായ ഒരു രസം ഉണ്ട്. പിന്നെ ആ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും പുലാവും ചായയും കിട്ടി. പുലാവ് ഉണ്ടാക്കി ജയാൻ്റിയാണ്, എൻ്റെ ഫ്രണ്ട് നന്ദധര ആൻറ്റി. മല്ലത്ത് ജയാൻ്റിൻ്റെ പുലാവിന് വേറൊരു ഹൈപ്പ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും തട്ടകത്ത് കയറി. പക്ഷേ ഇവിടെ പൂക്കളം മാത്രമല്ല, വേറെ പല കലാപരിപാടികളും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പൂക്കളം അതിനേക്കാളും ഗംഭീരമായി നടക്കുന്നുണ്ട്. സമയം പോകുന്നുണ്ടല്ലോ, ഉറക്കം വരാൻ തുടങ്ങി കുട്ടികൾക്കെല്ലാം. ഇത് ഒരു ഡേ ഈവനിങ്, ഉത്രാടത്തിൻ്റെ ഈവനിങ് 6 സ്റ്റാർട്ട് ചെയ്തിട്ട് തിരുവോണത്തിൻ്റെ രാവിലെ 6 വരെ 12 hours കണ്ടിന്യൂസ് ഇട്ടൊരു പൂക്കളാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. പിന്നെ ഈ ഹാപ്പി ഓണം നിധി ഞാനാട്ടോ. അപ്പം ഞാനും പൊന്നു തന്നെ അതിന് പൂവും ഇട്ടും. ഇപ്പോൾ ഏകദേശം ഒരു സമയം 4:30 മറ്റോ ആയി. 8:30 നമുക്ക് വീണ്ടും വരണം അമ്പലത്തിൽ, കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു, ഇവളെ വീടൊക്കെ ഉറക്കം വന്നിട്ട് അങ്ങ് എത്തി. ഈ കണ്ണിൻ്റെ അടിയിൽ ഫുള്ള് ഡാർക്ക് സർക്കിൾസ് അല്ലേ, ഇങ്ങനെ ഉറക്കം കിട്ടിയാൽ എങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നെല്ലാം ആലോചിച്ചിട്ട് ഞങ്ങൾ പോന്നു. ബൈ ബൈ.